ഗായ്സ്, ശ്രീയ വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എന്താണ് കാണാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, ഇന്നലെ അടിപൊളി തിമിർപ്പൻ തട്ടുപൊളിപ്പൻ മഴയായിരുന്നല്ലേ, നല്ല മഴ എന്ന് പറഞ്ഞാൽ അടിപൊളി മഴയായിരുന്നു. അപ്പോൾ ഈ മഴയത്ത് നമ്മുടെ ചുറ്റുപാട് എന്തൊക്കെ സംഭവിച്ചു, അതുപോലെ തന്നെ നമ്മുടെ പാടത്തൊക്കെ എന്തോരം വെള്ളമുണ്ട് എന്നൊക്കെയാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒത്തിരിയേറെ വിശേഷങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ പാടത്തിട്ട് പോവാം. അപ്പോൾ ഇന്നലത്തെ കാലം വെള്ളമൊക്കെ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ, നല്ലോണം കുറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ കാണുന്ന വരമ്പൊന്നും കാണാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. കാണിക്കാൻ ഇവിടെ എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു പുഴ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ എങ്ങനെയാണോ കിടക്കുന്നത് അതുപോലെയായിരുന്നു കാണാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു. ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്, വെള്ളം തെളിഞ്ഞിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ആ വെള്ളത്തിൻ്റെ അടിയിൽക്കൂടെ എന്തൊക്കെയാണ് പോകണമെന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ കുറേ മണലൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ചെളി മുകളിൽ നിന്നൊക്കെ ഒഴുകി വരുന്ന ഈ എന്താ പറയുന്നത് ചപ്പ് ചവറുകളൊക്കെ കുറേ വന്ന് കിടക്കുന്നുണ്ട്. കാണിച്ചു തരാം. ഇതാണ് മണലൊക്കെ കാണാൻ പറ്റും തോന്നുന്നു. അതുപോലെ ഇന്ന് രാവിലെ കളിക്കാൻ വന്ന പിള്ളേര് കാണിച്ചിട്ടാണ് വേനെയാണ് കേട്ടോ അത്. അപ്പടി തെർമോക്കോള് പൊടിച്ചിട്ടേക്കാണ് ഇതിലൊക്കെ. പിന്നെ അതുപോലെ അവിടെയൊക്കെ ചെളിയൊക്കെ വന്ന് കിടക്കുന്നുണ്ട്. ഇന്നലത്തെ മഴയുടെയാണ് ഈ കാണുന്നതെല്ലാം. കാണുന്നത് നമ്മുടെ മെയിൻ റോഡാണ് കേട്ടോ, മെയിൻ റോഡ്. ആ കാണുന്ന ആ ഒരു ഇത് കണ്ടോ, അത് ഞാൻ പഠിച്ച നഴ്സറിയാണ്. അത് നമ്മൾ പോകുന്ന റോഡാണ് കേട്ടോ. അപ്പോൾ നമുക്ക് രണ്ട് വഴിയുണ്ട്, നമുക്ക് ഇതിലേയും പോവാം, അതുപോലെ നമ്മുടെ ഇതിലെ റോഡുണ്ട് നമ്മുടെ വീടിൻ്റെ അതിൽക്കൂടെ, അവിടേക്ക് ഞാൻ വണ്ടിയൊക്കെ വരുന്നത്. അപ്പോൾ ആ റോട്ടിൽ കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലേക്കൊക്കെ വരാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ എൻ്റെ സ്ഥലമൊക്കെ ഒന്ന് കാണിച്ചു തരാം. അടുത്ത മഴയൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് വീട് കാണാനായിട്ട് പറ്റും. അതാണ് നമ്മുടെ വീട്. ഞാൻ കുറച്ചുകൂടി നീങ്ങിയിട്ട് കാണിച്ചു തരാം. അതാണ് നമ്മുടെ വീട്. ഡപ്പു കാണുന്ന ഈസ്റ്റേൺ കമ്പനിയാണ് കേട്ടോ. അത് ഈസ്റ്റേൺ കമ്പനി, ഇത് വേറെ എന്തോ കമ്പനി. അതിൻ്റെ അപ്പുറത്തേക്കൊക്കെ വില്ലകളാണ്, കുറേ വില്ലകൾ കുറേ പണിതിട്ടുണ്ട്. അപ്പം നമുക്ക് ഒരു പ്ലാസ്റ്റിക് കവർ ഒഴുകി വരികയാണ്. കുറേ മീനുണ്ടാവും കേട്ടോ. ഇവിടെ മഴ സീസൺ ആയി കഴിഞ്ഞാൽ എല്ലാവരും രാത്രി ഇങ്ങനെ മീൻ പിടിക്കാനായിട്ട് ഇങ്ങനെ നടക്കണം. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് നോക്കുകയാണെങ്കിൽ കുറേ ടോർച്ച് ഇങ്ങനെ നടന്നു പോകാനായിട്ട് കാണാനായിട്ടൊക്കെ പറ്റും. അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ വീടിലും പറമ്പിലൊക്കെ എന്തൊക്കെയാണ് പറ്റിയിട്ടുള്ളത്, നിർത്താണ്ട് തോരാ മഴയായിരുന്നല്ലോ, അപ്പോൾ എന്തൊക്കെ പറ്റിയിട്ടുണ്ടെന്ന് നോക്കാം. ഇതിൽ നടക്കാനായിട്ട് ഭയങ്കര പാടാണ്. ഇവിടെ മുറ്റത്തു നിന്ന് വെള്ളമൊക്കെ ഇങ്ങനെ ഒഴുകി വന്ന് ഇവിടേക്കാണ് നേരെ വരുന്നത്. അപ്പോൾ ആകെ ഇവിടെ കരിയിലൊക്കെ കൂടി കിടക്കുകയാണ്. നോക്കാം. നമുക്ക് വേനലിൽ ഈ കിണറിൽ വെള്ളം വറ്റും. അപ്പോൾ ഈ കിണറിൽ വെള്ളം വറ്റി കഴിഞ്ഞാൽ കുറച്ച് നാളത്തേക്ക് നമ്മൾ തൊട്ടപ്പുറം ഒരു കിണറുണ്ട് നമുക്ക് തന്നെ. അപ്പോൾ ആ കിണറിലെ വെള്ളമായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് ഞങ്ങളുടെ നാട്ടിൽ മടക്കലാന്നാട്ടോ പറയുന്നത്. ഇത് അമ്മയുടെ പച്ചക്കറി തോട്ടമാണ് കേട്ടോ കാണുന്നത്. അവിടെ എന്താ പേര തൊട്ട് എന്തൊക്കെയാണ്, പയറുണ്ട്, മുളകുണ്ട്, പാവല്. അയ്യോ, ഒരു പാവല് പഴുത്ത് കിടക്കണം കേട്ടോ. മഴ ആയതുകൊണ്ട് നമുക്ക് ഇവിടേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവിടെ തേങ്ങയൊക്കെ ചാടി കിടക്കുന്നുണ്ട്. നമുക്ക് പോകുമ്പോൾ എടുത്തുകൊണ്ട് പോവാം. രണ്ട് തേങ്ങയുണ്ട് കേട്ടോ. അതുപോലെ അമ്മയുടെ പാവൽ തോട്ടമാണിത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടായിരുന്നു അമ്മയുടെ പച്ചക്കറി തോട്ടം, മറ്റേ കോവലല്ലേ. ആ ഒരു വീഡിയോക്കകത്ത് ഞാൻ ഫുള്ള് പറഞ്ഞേക്കുന്നത് കോവയ്ക്കാന്നാ. അപ്പോൾ ഈ അമ്മയുടെ പാവൽ, അമ്മയുടെ കുഞ്ഞിപ്പാവൽ, കുട്ടിപ്പാവൽ. അപ്പോൾ ഇവിടെ പറഞ്ഞാൽ പഴുത്ത് കിടക്കുന്നുണ്ട്. എവിടെയോ കണ്ടല്ലോ. അപ്പോൾ ഇത് നമുക്ക് പറിച്ച് അമ്മയ്ക്ക് സർപ്രൈസ് കൊടുക്കാം. അയ്യോടാ, അത് എന്തോരം പൂവായിരുന്നു, എല്ലാം ചാടിപ്പോയി കേട്ടോ. അത് എല്ലാ പാവയ്ക്കയുടെ പൂവും ചാടി കിടക്കുകയാണ്. പാവയ്ക്കല്ല, പാവൽ. ഓക്കെ. അപ്പോൾ അമ്മനോട് പറയണമെന്ന്. ഈ കാറ്റ്, ഭയങ്കര കാറ്റെന്ന് പറഞ്ഞാൽ ഭയങ്കര കാറ്റാണ് ഇവിടെ. എൻ്റെ സൈഡും കൂടി ആയതുകൊണ്ട് അവിടെ തടസ്സമായിട്ട് വേറെ ഒന്നുമില്ല. പിന്നെ ഇവിടേക്ക് വന്ന് ഡയറക്റ്റായിട്ടങ്ങ് അടിക്കത്തേ ഉള്ളൂ. അപ്പം അങ്ങനെ പോയതാണ്. അപ്പം നോക്കാം. ഇവിടെ നിന്ന് ഭയങ്കര കൊതുക് അടിക്കണം. എവിടെയൊക്കെ കൊതുകാണ്. ആ പാവയ്ക്ക നമ്മൾ പറിച്ചെടുത്തു കേട്ടോ. ഈ പാവയ്ക്ക അമ്മൂമ്മയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പാവയ്ക്കയാണ്. മോറ്റുഴയാണ് അമ്മൂമ്മയുടെ വീട്. അവിടെ നിന്ന് കൊണ്ടുവന്ന പാവയ്ക്കയാണ്. അപ്പോൾ അമ്മ ഇത് ഞാൻ കോട്ടയത്ത് ആയിരുന്നപ്പോൾ നട്ടാണ്. ഇപ്പോഴാണ് ഇതൊക്കെ പിടിച്ചത്. പിന്നെ സൂത്രമുണ്ട്. സൂത്രമല്ല, ഒരു ചെടിയല്ല, പേരമരം കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇത് നട്ടിട്ട് ഇപ്പോൾ ഒരു 3-4 മാസം ആവണേ ഉള്ളൂ. അപ്പോഴത്തേക്കും പേരയ്ക്കൊക്കെ ഉണ്ടായി. ഈ പേര നമ്മൾ ബ്ലോക്കിൽ നിന്ന് വാങ്ങി നട്ടാണ് കേട്ടോ. ഇവിടെ പേരയ്ക്ക മാത്രമല്ല, ഞാൻ പിന്നെ കാണിച്ചു തരാം. നിൽക്കുന്നത് റംബൂട്ടാനാണ് കേട്ടോ. റംബൂട്ടാൻ നമുക്ക് 2 മരമുണ്ട്. ഒന്ന് ഈ നിൽക്കുന്നത്, പിന്നെ ഒന്ന്
ഈ നിൽക്കുന്നതും. അപ്പോൾ ഈ നിൽക്കുന്ന റംബൂട്ടാനിൽ നിന്ന് എല്ലാം കായ്കളെല്ലാം പൂത്ത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു റംബൂട്ടാനിൽ ഉണ്ടാവുന്നത്. അപ്പോൾ ഒരു സീസൺ കഴിഞ്ഞാൽ നമുക്ക് മറ്റേ സീസൺ ഇത് തീർന്നാലും അത് നമുക്ക് പറിച്ചെടുക്കാം എന്നൊരു ഗുണം ഈ ഒരു ഇതിനകത്തുണ്ട്. പിന്നെ ഇത് നിൽക്കുന്നത് പട്ടത്തി എന്ന് പറഞ്ഞ ചെടിയാണ്. പിന്നെ ആ കാണുന്നുണ്ടോ ആ മണ്ണൊക്കെ കൂട്ടിയിട്ടേക്കുന്നത്, അതാണ് നമ്മുടെ മറ്റൊരു കിണർ. ഇപ്പോൾ നമ്മൾ മഴയ്ക്ക് മുന്നേ നമ്മൾ ആ കിണറിൽ നിന്നായിരുന്നു വെള്ളം എടുക്കുന്നുണ്ടായിരുന്നത്. ഇപ്പോൾ അച്ഛൻ കിണറൊക്കെ ശരിയാക്കി ഇപ്പോൾ ഈ കിണറിൽ നിന്ന് വെള്ളം എടുക്കുകയാണ്. അതുപോലെ തന്നെ ഇത് ഇവിടെ അമ്മ കഴിഞ്ഞ ദിവസം കടയിൽ നിന്ന് വന്നപ്പോൾ അതിലിങ്ങനെ കുറേ ടൗൺ ഏരിയ ആയതുകൊണ്ട് കുറേ ഇങ്ങനെ കൊണ്ടുവരും ആൾക്കാർ, ഇങ്ങനെ പച്ചക്കറിയായിട്ടും അത് ഇത് പുളിയൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ അമ്മയ്ക്ക് കുറേ പുളി കിട്ടിയായിരുന്നു. അപ്പോൾ പുളി നമ്മൾ കുത്തി കഴിഞ്ഞിട്ട് അമ്മ ഇവിടേക്കാണെന്ന് തോന്നുന്നു പുളിങ്കുരു ഇട്ടത്. അപ്പോൾ അതിൽ നിന്ന് ഉണ്ടായി വന്നേക്കുന്നതാണ് നമ്മുടെ റംബൂട്ടാനിൽ റംബൂട്ടാൻ. കൊള്ളാമല്ലേ, കുറേ ഉണ്ട് കേട്ടോ. ഇതിന് കൂടുതൽ ഉണ്ടായിരുന്നതാണ്, അത് നമ്മുടെ മഴയത്ത് പോയി. പിന്നെ നമുക്കുള്ള ജാതിയാണ്. ഇവിടെ ഒരു ജാതി, അവിടെ ഒരു ജാതി, പിന്നെ നമ്മുടെ വീടിൻ്റെ ബാക്കിലൊരു ജാതിയുണ്ട്. പച്ചത്തേങ്ങ. ഈ പച്ചത്തേങ്ങ കാണുമ്പോൾ ഞാൻ എത്രയും നാളെന്നറിയോ അച്ഛനോട് പറയുന്നത് എനിക്കൊരു കരിക്ക് വാങ്ങിത്താന്ന്. എനിക്ക് കരിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കൊതുക് അടിക്കുന്നു അപ്പടി. നമുക്ക് ഈ തേങ്ങ കൊണ്ടുവന്ന് വെച്ചിട്ട് അടുത്ത തേങ്ങ എടുക്കാം. ഇത് എന്ത് ചെടിയാണെന്ന് എനിക്ക് അറിയത്തില്ല, ഇത്രയും വളർന്ന് ഇത്രയായിട്ടുണ്ട്. എന്തായാലും നമ്മൾ ആദ്യം കൊണ്ടിട്ട തേങ്ങയാണ് ഗൈസ്. പിന്നെ ഇത് അമ്മയുടെ ചെടിയാണ് കേട്ടോ. ഇത് ഇവിടെ നിൽക്കുന്ന എല്ലാ ചെടിയും അമ്മയുടെ ചെടിയാണ്. അമ്മയുടെ എന്താ പറയുന്ന അമ്മയുടെ ക്രിയേറ്റിവിറ്റിയാണ് എല്ലാം. പിന്നെ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്കും അനിയനും അച്ഛനും കൂടിയിട്ട് മെയിനായിട്ട് അനിയനും അമ്മയാണ് ഇതിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇത് മണലാണ്, പാറമണലും അതുപോലെ തന്നെ അത് മിറ്റലാണ് കേട്ടോ. ഇതെന്താണ് പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് പരിപാടി. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കട്ടകളാണ്, നമ്മുടെ തറയിൽ വിരിക്കുന്ന കട്ടകൾ. അപ്പോൾ കുറേ നാളായിട്ട് ഒരു 2-3-4 മാസം ആകാറായി ഈ ഒരു പരിപാടി തുടങ്ങിയിട്ട്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ നമ്മുടെ ചാനലിൽ ഇട്ടേക്കാം. ഇതാണ് നമ്മുടെ റംബൂട്ടാൻ. പിന്നെ ഇതാണ് ആ കട്ട കേട്ടോ. കുറേ കട്ടയുണ്ട്, ഇത്രയും കട്ടയുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ ആ കുളത്തിലിട്ടിട്ടുണ്ട്. സ്വിമ്മിംഗ് പൂളാന്ന് ആരും വിചാരിക്കില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇതുപോലെ നമുക്ക് കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഒരുമിക്കാം. ബൈ ബൈ.